തങ്ങളുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് നൽകുന്നില്ല എന്നാണ് ലീഗ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എങ്കിൽ വയനാട് നൽകണമെന്നും ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ലീഗിന് മൂന്നാമതൊരു സീറ്റില്ല. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ലീഗ് ഈ സമ്മർദ്ദം വീണ്ടും വീണ്ടും തുടരുന്നത് എന്ന് ചോദിച്ചാൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര വിഷയം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, മുൻപുള്ള പല ഘട്ടങ്ങളിൽ ലീഗ് ആവശ്യപ്പെട്ടതുപോലെ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാത്രം അവസാനിക്കും. കോൺഗ്രസ് ലീഗിന് മൂന്നാമതൊരു സീറ്റ് നൽകില്ല. മലപ്പുറവും പൊന്നാനിയും മാത്രമായിരിക്കും ലീഗ് മത്സരിക്കുക. കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നണികൾ ചർച്ചകൾ ആരംഭിച്ചു. LDF അവരുടെ ഘടകകക്ഷികളുടെ സീറ്റ് നില, മുന്നണിയിൽ ആരൊക്കെയാണ് മത്സരിക്കുക, CPIM എത്ര സീറ്റിലാണ് മത്സരിക്കുക, CPI എത്ര സീറ്റിൽ മത്സരിക്കും, മാണി വിഭാഗം, ജോസ് കെ മാണി വിഭാഗം എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യം തീരുമാനിച്ചു. മുന്നണിയിൽ ഘടകകക്ഷികളുടെ വിഭജനം പൂർത്തിയായി. പക്ഷേ UDFനുള്ളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. തർക്കത്തിന് ആധാരമായ പ്രധാന കാരണം ലീഗ് അധിക സീറ്റ് ആവശ്യപ്പെട്ടതാണ്. ലീഗ് നിലവിൽ മത്സരിക്കുന്ന പൊന്നാനിയും മലപ്പുറവും ഒഴികെ മൂന്നാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം UDFനോട്, പ്രത്യേകിച്ച് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. ഉഭയകക്ഷി ചർച്ചയിൽ പലതവണ ലീഗ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഒരു വസ്തുത, കോൺഗ്രസ് അധിക സീറ്റ് ലീഗിന് നൽകാൻ പോകുന്നില്ല. ഇത് ലീഗിനും അറിയാം, കോൺഗ്രസിനും അറിയാം. ലീഗ് നടത്തുന്നത് ഒരു സമ്മർദ്ദം മാത്രമാണ് എന്ന് കോൺഗ്രസിന് നേരത്തെ തന്നെ അറിയാവുന്ന വസ്തുതയാണ്. ലീഗ് എന്തുകൊണ്ടാണ് പുതിയൊരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടത് എന്നതാണ് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം. മലബാറിലെ 5 മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാട് വരെയുള്ള ചില മണ്ഡലങ്ങളിൽ ലീഗിന് വലിയ സ്വാധീനമുണ്ട് എന്ന് ലീഗിന്റെ നേതൃത്വം അവകാശപ്പെടുന്നു. കോൺഗ്രസ് അടക്കം വരുന്ന UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ വിജയിപ്പിക്കാനുള്ള വോട്ട് ബാങ്കുള്ള കക്ഷിയാണ്. UDFിലെ രണ്ടാമത്തെ കക്ഷിയാണ് ലീഗ്. അങ്ങനെ ഒരു കക്ഷിക്ക് സ്വാഭാവികമായും എന്തുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് നൽകുന്നില്ല എന്നാണ് ലീഗ് ചോദിക്കുന്നത്. ഈ ആവശ്യമാണ് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. പക്ഷേ കോൺഗ്രസിന് സിറ്റിംഗ് മണ്ഡലങ്ങൾ ലീഗിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അവർ പല മണ്ഡലങ്ങൾ ചോദിക്കുന്നുണ്ട്. കണ്ണൂർ ചോദിക്കുന്നുണ്ട്, കോഴിക്കോട് മണ്ഡലം ചോദിക്കുന്നുണ്ട്, വടകര ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എങ്കിൽ വയനാട് നൽകണമെന്നും ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് സിറ്റിംഗ് മണ്ഡലങ്ങളൊന്നും നൽകാൻ തയ്യാറല്ല. ലീഗിനോട് ഇക്കാര്യത്തിൽ പുതിയ സീറ്റില്ല, 2 സീറ്റ് മാത്രമേ ലീഗിന് നൽകൂ എന്ന കാര്യം കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും ലീഗ് സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഉഭയകക്ഷി ചർച്ചയുണ്ട്, വീണ്ടും UDF യോഗവുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ലീഗിന് മൂന്നാമതൊരു സീറ്റില്ല. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ലീഗ് ഈ സമ്മർദ്ദം വീണ്ടും വീണ്ടും തുടരുന്നത് എന്ന് ചോദിച്ചാൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര വിഷയം തന്നെയാണ്. ലീഗിന്റെ പുതിയ തലമുറ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശക്തമായ പോരാട്ടം പാർട്ടിക്കുള്ളിൽ നടത്തുന്നു. സ്ഥിരമായി ലീഗിൽ മത്സരിക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. അവർ നിയമസഭയിൽ മത്സരിക്കുന്നു, ലോക്സഭയിൽ മത്സരിക്കുന്നു, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുത്തു പോകുന്നു. പക്ഷേ അവരുടെ യുവജന വിഭാഗങ്ങൾക്കും പുതിയ തലമുറയ്ക്കും ലീഗിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ലീഗിന്റെ ശക്തിക്കനുസരിച്ച് പുതിയ സീറ്റ് വേണം എന്നതാണ് ആ പുതിയ തലമുറ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമ്മർദ്ദം മാത്രമാണ് ലീഗ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മുൻപുള്ള പല ഘട്ടങ്ങളിൽ ലീഗ് ആവശ്യപ്പെട്ടതുപോലെ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാത്രം അവസാനിക്കും. കോൺഗ്രസ് ലീഗിന് മൂന്നാമതൊരു സീറ്റ് നൽകില്ല. മലപ്പുറവും പൊന്നാനിയും മാത്രമായിരിക്കും ലീഗ് മത്സരിക്കുക. ഇത് അണികളെയും പ്രത്യേകിച്ച് നിലവിലുള്ള യുവജന വിഭാഗത്തിലെ നേതാക്കളെയും കബളിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ നിലവിലുള്ള ഔദ്യോഗിക നേതൃത്വത്തിനുള്ളൂ. ഒപ്പം തന്നെ കോൺഗ്രസിനെ പരമാവധി സമ്മർദ്ദപ്പെടുത്തി തങ്ങൾ ലീഗ് പലതവണ അധിക സീറ്റ് ആവശ്യപ്പെട്ടു. എന്നിട്ടും നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിന് സീറ്റ് നൽകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്ന അവർ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പിന്മാറുന്നു എന്ന് അണികളെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തി തൽക്കാലം തടിയൂരുകയാണ് ലീഗിന്റെ ലക്ഷ്യം. അധിക പല ഡിമാൻഡുകളും, രാജ്യസഭയിൽ അധിക സീറ്റ്, ഇപ്പോൾ മൂന്നാമതൊരു സീറ്റ് നൽകിയില്ലെങ്കിൽ അടുത്തൊഴിവരുന്ന രാജ്യസഭയിലെ പുതിയ സീറ്റ് അവർക്ക് നൽകണം, നിയമസഭയിൽ പുതിയ സീറ്റ്, വീണ്ടും അധികം സീറ്റ് നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ, ഉപാധികൾ മുന്നോട്ട് വച്ച് വരുന്ന ചർച്ചകൾ അവസാനിച്ച് ലീഗ് മടങ്ങാനാണ് സാധ്യത. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിന് മൂന്നാമതൊരു സീറ്റ് ഇല്ല എന്ന കാര്യം കോൺഗ്രസ് നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ. ഇത് സമ്മർദ്ദം വെറും അണികളെ കബളിപ്പിക്കാനുള്ള ലീഗിന്റെ തന്ത്രം മാത്രമാണ്.